ശാസ്ത്രം അവസാനിക്കുന്നിടത്ത് തത്വശാസ്ത്രം ആരംഭിക്കുന്നു എന്നൊരു ഉദ്ധരണി വായിച്ച മഹർഷി കൂട്ടിച്ചേർത്തു. തത്വശാസ്ത്രം അവസാനിക്കുന്നിടത്ത് ആത്മീയത തുടങ്ങുന്നു. ചിലപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഇന്നലെ രമണൻ പറഞ്ഞതും അല്ലെങ്കിൽ എൻ്റെ വ്യക്തിഗതമായ അനുഭവങ്ങളോട് നോക്കിയാലും മറ്റു പല സാധകന്മാരുടെയും അനുഭവങ്ങൾ നോക്കിയാലും ഈ പറഞ്ഞ ആദ്യം ഒരു ആത്മീയമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നു, പല ആളുകളെയും കേൾക്കുന്നു, പലതും വായിക്കുന്നു. അപ്പോഴെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു വേഷം കെട്ട് കാണിക്കാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നു. പലതും ഇങ്ങനെ ഉള്ളടക്കാൻ സാധിക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും അതിലൊന്നും അല്ല കാര്യം, നമ്മൾ സംസാരിക്കുന്ന പോലെ ജീവിതം തന്നെയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ശ്രദ്ധയോടെ പോകാനുള്ള ശ്രമം നടത്തുന്നു. ഇത് തന്നെയാണ് ഈ തത്വശാസ്ത്രവും ആത്മീയത എന്നീ രണ്ട് വാക്കുകളുണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാണ് ചോദ്യം. തത്വശാസ്ത്രം എന്ന് പറയുന്നത് കാഴ്ചപ്പാടുകളാണ്. ഒരു വസ്തുവിനെ ഒരു വീക്ഷണകോണിൽ നിന്ന് കാണുന്നതാണ് തത്വശാസ്ത്രം. അതായത് പിന്നെ ശ്രീനാഥ് കാണുന്നത് ശ്രീനാഥിൻ്റേതായൊരു ഫിലോസഫി, പിന്നെ വിഷ്ണു മുരളീധരൻ കാണുന്നത് വിഷ്ണു മുരളീധരൻ്റെ ഫിലോസഫി, ജയരാജ് സാറ് കാണുന്നത് ജയരാജ് സാറിൻ്റെ ഫിലോസഫി. അപ്പം 3 പേര് 3 വീക്ഷണകോണിൽ നിന്ന് 3 പെർസ്പെക്റ്റീവുകൾ ഉണ്ടാക്കുന്നതിനെയാണ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പം ഫിലോസഫികൾ പലതും ചേർന്ന് ഫിലോസഫികളുടെ സമ്മേളനത്തിൽ കൂടെ മാത്രമേ സത്യത്തിലെത്താൻ പറ്റുള്ളൂ. സത്യത്തിലെത്തുന്നതിന് ഫിലോസഫികൾ വേണമെന്നൊന്നുമില്ല. സാക്ഷ്യം നമുക്ക് അല്ലാതെ തന്നെ ജ്ഞാനസിദ്ധി ഉണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പിന്നെ അധ്യയനത്തിൻ്റെ മാർഗത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ എല്ലാ ഫിലോസഫികളിലും മനസ്സിലാക്കി അവയിലെ വൈരുദ്ധ്യങ്ങളെ നമ്മുടെ മനനം കൊണ്ട് അവയുടെ വൈരുദ്ധ്യങ്ങളെയൊക്കെ സമന്വയിപ്പിച്ചെടുക്കുകയാണെങ്കിൽ മാത്രമേ സത്യത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ പേഴ്സ്പെക്റ്റീവുകളും ട്രൂത്തുകളും തമ്മിലുള്ള ഫിലോസഫിയും ട്രൂത്തും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവിടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് സ്വാമി പറയുന്നത്, രമണ മഹർഷി പറയുന്നതെന്ന് പറയുന്നത് സത്യാവസ്ഥയെക്കുറിച്ചാണ്, ബോധം, ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്. ഏറ്റവും പരമമായിരിക്കുന്ന സത്യത്തെയാണ് അവിടെ ആ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്നത്. അല്ലാതെ മെറ്റീരിയലിസം അല്ലാത്തൊരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിലല്ല അവിടെ സ്പിരിച്വാലിറ്റി കാണേണ്ടത്. അപ്പോൾ ആ സത്യത്തിലേക്ക് എത്തുന്നതിന് പിന്നെ എല്ലാ ഫിലോസഫികളും കടന്നു പോയാലേ ഒക്കുള്ളൂ. ഫിലോസഫികൾ തീരുന്നിടത്ത് സത്യം ആരംഭിക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫിലോസഫി വൺ സൈഡഡാണ്. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഫിലോസഫി കുറേ കാര്യങ്ങളുടെ തീർച്ചയോടുകൂടി, ബാക്കിയുള്ളതൊക്കെ കാണാൻ പിന്നെ ക്ഷമയില്ലാതെ ക്ഷമരഹിതമായിട്ട് പെട്ടെന്ന് ഒരു നിഗമനത്തിലെത്തിച്ചേരുന്നുണ്ട് ഫിലോസഫി. പിന്നെ ആ ഫിലോസഫി സത്യമാണ് എന്ന്, പരമമായ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രതയും ആർക്കുണ്ടാവാം? ഫിലോസഫർക്കുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ എടുത്താടി തീരുമാനിച്ച് അവിടെയാണ് പാകപ്പിഴകൾ വരുന്നത്. പാകത വരുന്നതിന് മുമ്പ് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കുന്നു, കണ്ടെത്തലിനെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കുന്നു. കുറേ നാൾ വെയിറ്റ് ചെയ്യണം. കുറേ നാൾ വെയിറ്റ് ചെയ്യുമ്പോൾ, അതാണ് ഞാൻ മേക്ക് ഷിഫ്റ്റ് റെവലേഷൻസ് എന്ന് പല സമയത്തും പണ്ട് തൊട്ട് പറയുന്നത്. ഇതാണ് മേക്ക് ഷിഫ്റ്റ് റെവലേഷൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. അത് പരമമായ സത്യമായിരിക്കണമെന്നില്ല. താൽക്കാലികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഫറൻസുകളാണ്. ആ ഇൻഫറൻസുകളിൽ നിന്ന് നമ്മൾ സത്യത്തിലേക്ക് പോകാം. ഇൻഫറൻസുകളിൽ സത്യവുമായിട്ട് ചേർന്നിരിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമുള്ളവയെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ല. പക്ഷെ പലരും എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രസ്താവന എങ്ങനെ നടത്തും? അതായത് അവർക്ക് കിട്ടിയ ഇൻഫർമേഷനെ, അവർക്ക് കിട്ടിയ വെളിവിനെ അവർക്ക് വാക്കിൽ കൂടെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കില്ല. അതിനെ നിർവചിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ നിർവചനം എന്ന് പറയാൻ അതിനെ സംവേദനം ചെയ്യാൻ സാധ്യമല്ലാതെ വരും. അങ്ങനെ സംവേദനം ചെയ്യാൻ സാധ്യമല്ലാതെ വരുമ്പോൾ വികലമായ രീതിയിൽ അത് ചിലപ്പോൾ പുറത്തു വന്നിരിക്കാം. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആണവമലം, കർമ്മമലം, കാർമ്മികമലം, മായികമലം എന്നിങ്ങനൊരു സംഗതിയെക്കുറിച്ച് പിന്നെ ശൈവ സിദ്ധാന്തത്തിനെക്കുറിച്ച് സംസാരിച്ച് വായിച്ചു എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞു. ഉദാഹരണത്തിന് സാറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സാറ് പറഞ്ഞ ഓർഡർ അല്ല വാസ്തവത്തിൽ അതിൻ്റെ
ടെക്സ്ച്വൽ ഓർഡർ. അതിൻ്റെ ഓർഡറിൽ ഏറ്റവും ആദ്യത്തെ സാറ് പറഞ്ഞ ആണവമലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു സംഗതി തന്നെയാണ്, സംശയമില്ല. പക്ഷേ കാർമ്മികവും മായികത്തിൻ്റെ ഈ ഓർഡർ സാറ് തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശൈവസിദ്ധാന്തം ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ വായിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സുധിൻ്റെ പുസ്തകത്തിൽ കൂടെ ശൈവസിദ്ധാന്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും, അത് പരിശോധിക്കാൻ വേണ്ടി പ്രവേശിക്കും, അത്രയേ ഉള്ളൂ. ശൈവസിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് വ്യത്യാസം? വേദാന്തികളുടെ കൺസെപ്റ്റ് പോലെ അല്ല അതിനകത്ത്. അതായത് ശിവൻ എന്ന് പറയുന്നൊരു സങ്കല്പം അവിടെ, ശിവൻ എന്ന് പറയുന്ന തീസ്റ്റിക് ഫിലോസഫി ആയിട്ട് കാണുന്നു. ആ ശിവൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ബ്രഹ്മമൊക്കെ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ശിവനാണ്, അങ്ങനൊരു ശിവനുണ്ട്, അങ്ങനെ ശിവനാണ് പൂർണ്ണമായിട്ടുള്ളത് എന്നൊരു സങ്കല്പത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതൊരു ഫിലോസഫിയാണ്. അതിൻ്റെ അറ്റത്തെത്തിക്കഴിഞ്ഞാലേ, ആ ഫിലോസഫിയുടെ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്തോന്ന് മനസ്സിലാവുള്ളൂ, സത്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുവരെ മനസ്സിലാവില്ല. അതുവരെ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ, മാവേലിക്കര ഒരു സ്ഥലത്ത് പോകണം, ഒരു വീട്ടിൽ പോകണം. നമ്മൾ ആ വീട് അന്വേഷിക്കുന്നത് എവിടെ ചെന്നിട്ടാണ്? മാവേലിക്കര ചെന്നിട്ടാണ്. അല്ലാതെ ഇപ്പോൾ ശങ്കരനിലയം ഒരു വീടാണ് മാവേലിക്കര ഇയാൾക്ക് കാണാനുള്ളത്, ഇതൊക്കെ പോകാനുള്ളത്. ഇയാൾ വണ്ടിയിൽ വഴിയിലൊക്കെ നിർത്തി ഈ ശങ്കരനിലത്തിൽ പോകണ വഴിയാണെന്ന് ചോദിച്ചപ്പോൾ ആരെങ്കിലും പറഞ്ഞു തരുമോ? ഇല്ല, ആരും പറഞ്ഞു തരില്ല. ശങ്കരനിലയത്തിൽ പോകണമെങ്കിൽ താൻ മാവേലിക്കര എത്തണം. മാവേലിക്കൽ എത്തിക്കഴിഞ്ഞിട്ടേ ശങ്കരനിലയത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ആലോചിക്കാനൊക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ, അത്തരത്തിലുള്ള കൺക്ലൂഷനുകളിൽ എത്തുന്നത് ആ ഭൂമികയിലെത്തിയതിന് ശേഷം മാത്രം, അല്ലാതെ നേരത്തെ അല്ല. അപ്പം അതിന് മുമ്പ് ചാടിക്കയറി അതാണ് പരമമായിരിക്കുന്ന സത്യമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും ഉണ്ട്. അതിലിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികമാണ്. അതിനൊന്നും തെറ്റൊന്നുമില്ല, അതിലൊരു തെറ്റുമില്ല. കാരണം അതുപോലെ തന്നെ ആ കാലയളവിൽ ആ ലെവലിലെത്തിയിരിക്കുന്നവർ, ആ ഘട്ടത്തിലെത്തിയിരിക്കുന്നവർ അത് അനുവാചകരായിട്ട് അതിൻ്റെ കൂടെ കൂടുകയും ചെയ്യും. അതൊക്കെ എൻ്റെ പ്രകൃതിയുടെ നിയമങ്ങൾ തന്നെയാണ്, മറ്റേ കാര്യമൊന്നുമില്ല. അതൊന്നും നമ്മൾ ഉസ്തിവിടേണ്ട കാര്യമേ അല്ല, അത് നമുക്ക് മനസ്സിലാക്കി വെച്ചേക്കും, അത്രയേ ഉള്ളൂ. അപ്പം അത്തരത്തിൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല, സിദ്ധാന്തത്തെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പം സാറ് പറഞ്ഞ ഓർഡറിൽ ഞാനൊരു അഭിപ്രായം, എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാനങ്ങ് പറയും. സത്യവുമായിട്ടത് ചേർന്നിരിക്കാതെ പറയാനൊക്കില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ അതിൻ്റെ ഓർഡർ അതല്ല. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനകത്ത് പോലും നമ്മൾ പ്രിപ്പയർഡ് ആവുന്നില്ല എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എപ്പോഴും നമ്മളെക്കാൾ എക്സ്പെർട്ടാണെന്ന് നമുക്ക് തോന്നുന്ന ഒരാളോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കോഷ്യസ് ആവേണ്ടതാണ്. അവിടെ പോലും നമ്മൾ കോഷ്യസ് അല്ലാതെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത മനുഷ്യൻ എവിടെയാണ് അവനവൻ കണ്ടുപിടിച്ച കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയോടുകൂടി സംസാരിക്കുന്നത്? അപ്പോൾ അവന് വേറെ ആർക്കും ഒന്നുമില്ല, ഒരു വിവരമില്ല എന്നൊരു പുച്ഛരസത്തോടുകൂടിയാണ് ആൾക്കാർ തത്വങ്ങൾ സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ തത്വങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് അവയെ കൺവിൻസ് ചെയ്യിക്കാനൊന്നും ആരും മെടക്കേണ്ടതില്ല. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോ, ഞാൻ ഇതാ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞങ്ങ് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് പലപ്പോഴും അവ പലതും സത്യത്തിലേക്ക് വിരൽ ചൂണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ വികലമായി നിൽക്കുന്നുണ്ട് ചിലത്. എന്നാലും അവർക്ക് ശേഷം വരുന്ന പണ്ഡിതന്മാർ, അവർക്ക് ശേഷം വരുന്ന സത്യാന്വേഷികൾ ഒക്കെ ആ വഴിയിൽ കൂടി സഞ്ചരിച്ച് കൂടുതൽ അതിനകത്ത് ഭാഷ്യങ്ങൾ എഴുതിയോ അല്ലെങ്കിൽ സംസാരിച്ചോ അനുഭവിച്ചോ പ്രതിപാദിച്ചോ ഒക്കെ അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നു. താനിപ്പോൾ ആദ്യമായിട്ടൊരു പ്രത്യേക സങ്കേതത്തിലേക്ക് നടക്കാൻ പോവുകയാണ്. ആ വഴി താൻ കണ്ടുപിടിക്കുന്നു. താൻ വഴി കണ്ടുപിടിച്ചിട്ട് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കും, ആ വഴി കൂടെ ഞാൻ പോകുന്നു, ഞാനാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു സ്റ്റോറി എഴുതും. അപ്പോൾ അതിനകത്ത് ഇത്രാമത്തെ കിലോമീറ്റർ വളവുണ്ടെന്ന് വരെ ഞാൻ എഴുതും, എൻ്റെ സ്വഭാവം അനുസരിച്ച്. അപ്പോൾ അതുവഴി ആളുകൾ കൂടുതൽ വരാനുള്ള വഴിയുണ്ടാകുന്നു, അതുവഴി ആൾക്കാർ കൂടുതൽ സഞ്ചരിക്കുന്നു. അങ്ങനെ ഇത് ആൾക്കാർ വഴിനടപ്പുള്ളൊരു സഞ്ചാരപാതയായിട്ട് മാറുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഫിലോസഫികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പലപ്പോഴും അങ്ങനെയാണ്. ഫിലോസഫി ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. പിന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് അവർ സമർത്ഥിക്കാനുള്ളൊരു തീരുമാനം ഉള്ളതുകൊണ്ട് അവർ മുൻവിധിയോടുകൂടി ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കാം. അത് മുൻവിധിയായിട്ട് സംസാരിക്കുന്നതാണ് ഫിലോസഫികളുടെ ലക്ഷണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്, അതല്ല. അപ്പം ഇത്തരത്തിലുള്ള ഈ പ്രതിഭാസം കൊണ്ട് എല്ലാവർക്കും സത്യത്തിലെത്തുന്നതിന് വീണ്ടും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്.
അത് തന്നെയാണ് സാറിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. ആ ട്രൂത്തിലെത്തുന്നതിന്, നത്തിങ്നെസ്സിനകത്ത് എത്തുന്നതിന് പിന്നെയും പല സ്ഥലങ്ങൾ ഇഷ്ടപ്പെടാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ആത്മീയത എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക്, ആത്മീയതയുടെ ലോകത്തേക്ക്, അതായത് സത്യത്തിൻ്റെ ലോകത്തേക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. സത്യത്തിൻ്റെ ലോകത്തേക്ക് സംതിങ് കണക്റ്റഡ് വിത്ത് ദ സ്പിരിറ്റ്. ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതിൻ്റെ പുറകിലുള്ള കാരണം എന്ന അർത്ഥത്തിൽ വേണം അതിനെ, സ്പിരിറ്റിനെ നമ്മൾ മനസ്സിലാക്കാൻ. ആ കാരണം ആയിട്ട് ബന്ധപ്പെട്ടത് സ്പിരിച്വാലിറ്റി. ആ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നതിന് തത്വശാസ്ത്രത്തിൻ്റെ അവസാനം വേണ്ടി വരും എന്നുള്ളതാണ് രമണ മഹർഷി പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. പക്ഷേ തത്വശാസ്ത്രത്തിൻ്റെ അവസാനമാണ്, തത്വശാസ്ത്രം അവസാനിക്കുന്നിടത്ത് ആത്മീയത ആരംഭിക്കുന്നതിന് തത്വശാസ്ത്രങ്ങൾ വൈരുദ്ധ്യമുള്ളത് കൊണ്ട് ആ വൈരുദ്ധ്യം ഇല്ലാത്തിടത്ത് സത്യം ഉണ്ടായിരിക്കുന്നു. അഥവാ സത്യം വൈരുദ്ധ്യരഹിതമാണ് എന്നൊരു സൂചന അവിടെ പറഞ്ഞു. അപ്പം വൈരുദ്ധ്യരഹിതമായ സത്യത്തിൻ്റെ ബോധം അതെത്തുന്നത് വരെ തത്വശാസ്ത്രം നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. തത്വശാസ്ത്രത്തെ നമ്മൾ ശല്യപ്പെടുത്താൻ അവസരം കൊടുക്കുകയാണെങ്കിൽ തത്വശാസ്ത്രം ശല്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. മറിച്ച് സത്യബോധം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതീതമായിരിക്കുന്ന പിന്നെ സത്യബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് സമന്വയമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കോൺഫ്ലിക്റ്റ് അല്ല, സംഘടനമല്ല, സമന്വയമാണ്. ആ സമന്വയത്തിൽ എത്തിക്കഴിഞ്ഞാണ് നമ്മൾ ഈ വൈരുദ്ധ്യങ്ങളിലുള്ള വഴിത്താരകളിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഓരോ വഴിത്താരയുടെയും ഭംഗി അറിയാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഞാൻ പറയുന്നത് സെന്നിൻ്റെ ഭംഗി അറിയാൻ പൂർണ്ണമായി അറിയാൻ പറ്റും, അല്ലെങ്കിൽ തന്ത്രയുടെ വഴി അറിയാൻ പൂർണ്ണമായി അറിയാൻ പറ്റും, യോഗയുടെ വഴി അറിയാൻ പൂർണ്ണമായി അറിയാം. ഓരോയിടത്തും ആ സത്യം ഒളിഞ്ഞു കിടക്കുന്നത് എന്ത് മനോഹരമായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു വസ്തു, ഒരു ഭക്ഷ്യവസ്തു ചേർക്കാൻ വേണ്ടിയുള്ളൊരു ടേസ്റ്റ് മേക്കർ ഇയാളുടെ കയ്യിലും പിന്നെ വിഷ്ണുവിൻ്റെ കയ്യിലും ജയരാജാറിൻ്റെ കയ്യിലും എല്ലാവരുടെയും കയ്യിലും ഓരോന്നും ഒരു പാക്കറ്റ് കൊടുത്തു. അതെങ്ങനെ വേണം ഉപയോഗിക്കാം ആ ടേസ്റ്റ് മേക്കർ എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ആ ടേസ്റ്റ് മേക്കർ എങ്ങനെ വേണം ഉപയോഗിക്കാം. ആ ടേസ്റ്റ് മേക്കർ ഉപയോഗിക്കുന്നത് നിങ്ങളുണ്ടാക്കുന്ന ഒരു ഒരു ഡെലിക്കസിയിൽ നിങ്ങൾ എങ്ങനെ ചേർക്കുന്നു എന്നുള്ളത് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു ജഡ്ജായിട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാം പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നതിൽ എങ്ങനെയാണ് അത് ചേർത്തിരിക്കുന്നതെന്ന് ആസ്വാദ്യതയോടുകൂടി അനുഭവിക്കും. നിങ്ങൾ ശ്രീനാഥ് ചേർത്ത പോലെയല്ല വിഷ്ണു ചേർക്കാൻ പോകുന്നത്, വിഷ്ണു ചേർത്ത പോലെയല്ല ജയരാജൻ ചേർക്കാൻ പോകുന്നത്, ജയരാജ് സാർ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊക്കെ വ്യത്യസ്തതകളുണ്ട്. ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേക ഘടനയാണ്, ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ വൈരുദ്ധ്യം ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ഇവിടെ. ആത്മധർമ്മം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വൈരുദ്ധ്യരഹിതമായിരിക്കുന്ന ഒരു സംഗതിയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വൈരുദ്ധ്യത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഓരോന്നിലും ആ ടേസ്റ്റ് മേക്കർ എങ്ങനെ ചേർത്തിരിക്കുന്നു എന്ന് അനുഭവിക്കുന്നത് പോലെ ഒരുവൻ സത്യത്തിൻ്റെ ബോധത്തിലെത്തിക്കഴിഞ്ഞിട്ട് ഈ വൈരുദ്ധ്യം നിറഞ്ഞ ഈ പാതകളിൽ സഞ്ചരിച്ച് ഓരോ പാതയിലും എങ്ങനെയാണ് ആ സത്യം സൂക്ഷ്മമായി ഗോപ്യമായി ഒളിച്ചു വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുവരെ ഈ വൈരുദ്ധ്യമുണ്ട്. അപ്പം അതാണ് ആത്മീയത. ആത്മീയത എന്ന് പറയുന്നത് തത്വശാസ്ത്രങ്ങളുടെ വിശകലനം തന്നെയായിരിക്കും, തത്വശാസ്ത്രങ്ങളുടെ അനുഭവം തന്നെയായിരിക്കും, അവയൊക്കെ അനുഭവിക്കും. ഇപ്പം ഈ അബദ്ധമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതോ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതോ ഒക്കെ അത് നല്ല കാര്യം തന്നെയാണ്, അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. നമുക്ക് ഒരു വഴി കിട്ടിക്കഴിഞ്ഞാൽ ആ വഴികളെ സഞ്ചരിക്കുന്നത് ഏറ്റവും നല്ലത്. സാഹസികന്മാരാവാനുള്ള പിന്നെ ആരോഗ്യവും കരുത്തും ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം വഴികളിലൂടെ ചിന്തിക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. ഇത് പോരെ എന്നാണ് അഭിപ്രായം. അതിലൂടെ സഞ്ചരിക്കുന്നത് ചിന്തിക്കുക, പക്ഷെ അതിൻ്റെതായ വഴികൾ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ ഏത് വഴിയിലൂടെ പോയാലും ആ വഴിയിലൂടെ
വിചാരത്തിന്റെ ശകലങ്ങൾ അവയെ കോണ്ടംപ്ലേറ്റ് ചെയ്യുക, അത് ഉൾവെക്കത്തോടെ സൂക്ഷിക്കുക. ഇത് രണ്ടുമാണ് സാധനം ചെയ്യുമ്പോൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ ആത്മീയത എന്നാണ് മനസ്സിലാക്കുന്നത്. തലക്കേടില്ലാത്തൊരു മനസ്സിലാക്കലാണ്, കുഴപ്പമില്ല. എന്നാലും അതിനൊരു പൂർണിമ പോരാ എന്ന് തോന്നുന്നുണ്ട്. അതും ആവാം, അങ്ങനെ ധാരണ തെറ്റൊന്നുമല്ല, ആ ധാരണ നല്ലതാണ്. പിശക് എന്നുള്ളതല്ല നമ്മൾ താനിപ്പോൾ പറഞ്ഞതിനകത്ത് നമ്മളൊരു ലക്ഷ്യം, ഒരു പ്ലാൻ ചെയ്ത് ഒരു ടാർഗറ്റ് എടുത്തിട്ട് ഒരു വിഷ്വലൈസേഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലേ? ശരിയാണല്ലേ? ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ഒരു വിഷ്വലൈസേഷൻ നടക്കുന്നത്. അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മനസ്സ് കാപട്യങ്ങളുണ്ടാക്കും. അത്തരത്തിലുള്ള അനുഭവങ്ങളോ അത്തരത്തിലുള്ള അവസരങ്ങളോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ ഒക്കെ മനസ്സ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിക്കളയും, ഉണ്ടാക്കി നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തികച്ചും അജ്ഞമായിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണമൂർത്തി പാത്ത്ലെസ് ലാൻഡ് എന്ന് പറയുന്നത്. വഴികൾ എപ്പോഴും ഒരു വഴിയിൽ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു വഴി കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലക്ഷ്യത്തെ സങ്കല്പിക്കും, അല്ലെങ്കിൽ ലക്ഷ്യത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്യും. എന്തെങ്കിലും ഒരു കൺസെപ്റ്റ്, ഇപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബോധമില്ലാതെ ആണല്ലോ പോകുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് പോകുന്നതെങ്കിൽ പോലും നമുക്കൊരു വിഷ്വലൈസേഷൻ ഇല്ലേ? അപ്പോൾ അങ്ങനൊരു വിഷ്വലൈസേഷൻ പോലും സത്യത്തിലേക്കുള്ള യാത്രയിൽ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് കൃഷ്ണമൂർത്തി പറയുന്നത് ട്രൂത്ത് ഈസ് എ പാത്ത്ലെസ് ലാൻഡ്. ആ അർത്ഥത്തിലല്ല പലരും മനസ്സിലാക്കുന്നത്. അവർ പാത്തുകളെ ഡിനൈ ചെയ്യുന്നു എന്ന്, കൃഷ്ണമൂർത്തി പാത്തുകളെ ഡിനൈ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പലരും ധരിച്ചത്. അപ്പോൾ അങ്ങനെ അതിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ശ്രീനാഥ് പറയുന്നൊരു പോളിസിക്കകത്ത് ഒരു ഇമാജിനേഷനുണ്ട്, ഒരു സങ്കല്പമുണ്ട്. ഒരു സങ്കല്പത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയായി ഈ സത്യാന്വേഷണം, സത്യത്തെക്കുറിച്ച് നമ്മളൊരു രൂപം ഉണ്ടാക്കി വയ്ക്കുന്നു. അത് എല്ലാം നിഷേധിച്ചേ ഒക്കുള്ളൂ. ശ്രീരാമകൃഷ്ണ പരമഹംസനോട് തോതാപുരി പറഞ്ഞ കാര്യം ഇന്നലെ മെനിയാന്ന് ശ്രീനാഥ് അജിത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഓർമ്മിച്ച് പറയുകയുണ്ടായി. അവിടെയും പ്രശ്നം ഇത് തന്നെയായിരുന്നു. പ്രശ്നം എന്തായിരുന്നു? ശ്രീരാമകൃഷ്ണദേവൻ സാധകന്മാരെ കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേന്ദ്രീകൃതമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മൂർത്തീകരണം ഉണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ പരിമിതികൾ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് അതാണ് പഠിപ്പിച്ചത് നമ്മളെ. വളരെ പതുക്കെയാണ് പഠിപ്പിച്ചത്. അതായത് ബ്രഹ്മസമാജം ഉണ്ടാക്കിയ നിരാകാര സങ്കല്പം എന്ന് പറയുന്നതിലേക്ക് പെട്ടെന്നൊരു ലീപ്പ് എടുത്ത് ചാടാൻ വേണ്ടി അവിടുത്തെ ജനതയ്ക്ക് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് എല്ലാത്തിലും കൂടെ പോയി വളരെ സ്ലോ ആയിട്ട് നിരാകാര സാധനയിലേക്ക്, ബ്രഹ്മസാധനയിലേക്ക് രാമകൃഷ്ണദേവൻ കൊണ്ടുപോകുന്നുണ്ട്. അക്കാര്യം എത്രമാത്രം ഫലവത്തായി ശ്രീരാമകൃഷ്ണ മിഷൻ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. രാമകൃഷ്ണദേവൻ ഉദ്ദേശിച്ചതും വിവേകാനന്ദ സ്വാമികൾ പഠിപ്പിക്കാൻ ശ്രമിച്ചതുമായ കാര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ ഉദ്ദേശം അതായിരിക്കില്ല. അതുകൊണ്ട് നമുക്കത് പറയാനുമില്ല. മറ്റ് ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങളും ഗുരുക്കന്മാരും ഒക്കെ വന്നത് കണ്ടിന്യൂ ചെയ്തോളും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ആ തരത്തിൽ പടിപ്പടിയായിട്ടുള്ള ഒരു യാത്ര അവിടെ എടുത്തിടണം എന്ന് ഉദ്ബോധിപ്പിച്ചതിന് കാരണം അതുകൊണ്ടാണ്. ലക്ഷ്യം എന്ന് മുമ്പേ എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ കറപ്റ്റ് ചെയ്തേക്കും. അതാണ്. ഉണ്ട്.
പക്ഷേ നമ്മുടെ പ്രവണത എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബുദ്ധൻ്റെ സാധ്യതകൾ, ബുദ്ധൻ്റെ മനോവ്യാപാരങ്ങൾ, ബുദ്ധൻ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്, ബുദ്ധൻ വലത്തോട്ട് ചെരിഞ്ഞ് കിടന്ന് നടക്കുമോ, ബുദ്ധൻ ഇടത്തോട്ട് ചെരിഞ്ഞ് കിടന്ന് നടക്കുമോ, ബുദ്ധൻ നടക്കുന്നതിന് വ്യത്യാസമുണ്ടോ, ഇതൊക്കെ അല്ലേ ഈ ചോദ്യങ്ങൾ മുഴുവൻ വരുന്നത്. അതല്ലയോ? അപ്പോൾ ബുദ്ധൻ എന്ന് പറയുന്ന ബുദ്ധത്വത്തിലേക്കുള്ള യാത്ര എന്നുള്ളത് അബ്സ്ട്രാക്റ്റ് ആണ് എന്ന് നന്നായിട്ട് മനസ്സിന് അറിയാവുന്നതുകൊണ്ട് ബുദ്ധൻ്റെ ഏകദേശ രൂപങ്ങൾ നമ്മൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ഒരു തരത്തിലുമുള്ള പടമരപ്പിനകത്ത് നിൽക്കില്ല എന്ന് കാണിക്കാനാണ് ഗുരുക്കന്മാർ ബുദ്ധലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ബുദ്ധലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ വൈരുദ്ധ്യങ്ങളായിരിക്കും. ബുദ്ധൻ ഇതും കാണിക്കും അതും കാണിക്കും, ഇങ്ങനെയും തിരിഞ്ഞ് ഇടത്തോടും തിരിഞ്ഞെടുക്കും വലത്തോടും തിരിഞ്ഞെടുക്കും, ചിലപ്പോൾ ഇരുന്നുറങ്ങും. ഇങ്ങനെ പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ സംസാരിച്ച് എന്തു ചെയ്യുന്നു, ഈ വൈരുദ്ധ്യങ്ങൾക്ക് അതീതമായൊരു ബുദ്ധത്വത്തിനെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാതെ ഒരു സ്വതന്ത്ര അന്വേഷണം അവിടെ ആരംഭിക്കുന്നു. അതാണ് അന്വേഷണത്തിൽ ലക്ഷ്യമൊക്കെ ഉണ്ട്, സംശയമില്ല. പക്ഷേ ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെയല്ല. ആ ലക്ഷ്യത്തെ നമ്മൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് അത് ഉണ്ടെങ്കിലും ആ ലക്ഷ്യം പ്രയോജനം ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രയോജനം, സത്യസന്ധമായ അന്വേഷണം നടക്കുകയുമില്ല.